ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കിബ്ഹോയിലെ സെഗദാഷ്യ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ. നമ്മൾ റുവാണ്ടയിലെ കിബ്ഹോയിലുള്ള പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പ്രത്യക്ഷപ്പെടലുകളും അവിടെ നൽകിയ സന്ദേശങ്ങളും പ്രവചനങ്ങളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സെഗദാഷ്യ എന്ന് പറയുന്ന ബാലന് ഈശോ നേരിട്ട് കൊടുത്ത സന്ദേശങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ബാലനാണ് ആദ്യം ഈ സന്ദേശങ്ങളിൽ റുവാണ്ടയിൽ നടക്കാൻ പോകുന്ന നരഹത്യയെക്കുറിച്ച് 12 വർഷം മുമ്പ് സന്ദേശം കൊടുത്തത്, മുന്നറിയിപ്പ് കൊടുത്തത്. അത് സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ സന്ദേശങ്ങളോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവുമാണ് തോന്നുക. കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞിട്ടുള്ളതും സംഭവിക്കാനിരിക്കുന്നവയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് നമ്മൾ ഇതിൻ്റെ 9ാമത്തെ ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. ഈ സെഗദാഷിക്ക് ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്, പിന്നീടുണ്ടായ സന്ദേശങ്ങളുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇമ്മാക്കുലി ആണ് ഇത് എഴുതുന്നത്. ഇമ്മാക്കുലി ഒരു തീർത്ഥാടനം നടത്തുകയാണ്. അവിടെ വെച്ച് ഡോക്ടർ ബെനവഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഡീറ്റെയിൽസ് സെഗദാഷിയെക്കുറിച്ച് കിട്ടുകയാണ്. അങ്ങനെ ഈ ഡോക്ടർ ബെനവഞ്ചറുടെ കയ്യിൽ നിന്ന് ലഭിച്ച നീല ഫയൽ, സെഗദാഷിക്ക് ലഭിച്ച 100 കണക്കിന് സന്ദേശങ്ങൾ അടങ്ങുന്ന ഫയലുമായി ഇമ്മാക്കുലി ആകാശമാർഗം 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കിബ്ഹോയിലേക്ക് പോവുകയാണ്. കാരണം അത് ഒന്നുകൂടെ ഡീറ്റെയിലായി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് പോകുന്നത്. ഈ പോകുമ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഈ ചെറിയ മൺകുടലിലേക്ക് മാതാവും ഈശോയും സ്വർഗത്തിൽ നിന്നും വന്നു എന്നതോർത്ത് ഇമ്മാക്കുലി പറയാണ്, എന്തുകൊണ്ടാണ് ഈശോയും മേരിയും നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന്. അങ്ങനെ തീർത്ഥാടകരുമായുള്ള കിബ്ഹോയിലേക്കുള്ള ഇമ്മാക്കുലിയുടെ യാത്ര കഴിഞ്ഞ് വീണ്ടും ഡോക്ടറുടെ ഭവനത്തിലെത്തി കുറേയധികം ഫയലുകളൊക്കെ സംഭരിച്ചു. അങ്ങനെ വീണ്ടും സെഗദാഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സെഗദാഷ്യ ഈശോയുടെ നിർദ്ദേശപ്രകാരം ബറുണ്ടിയിലും കോങ്കോയിലും നടത്തിയ സുവിശേഷ പ്രഘോഷണങ്ങളുടെ വിവരമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ യാത്ര മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതം എന്നേ പറയൂ. കാരണം കരമാർഗം കോങ്കോയിലൂടെയും ബറുണ്ടിയിലൂടെയും സഞ്ചരിക്കുക തികച്ചും അപകടകരമാണ്, വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. ഈ സ്ഥലത്തേക്കാണ് വിദ്യാവിഹീനനായ ബാലൻ സെഗദാഷ്യ, ദൈവിക സഹായം ഉണ്ടെങ്കിൽ പോലും എങ്ങനെ ഈ നാടുകൾ സന്ദർശിച്ചു? ഇതാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷേ ബറുണ്ടിയിലേക്കുള്ള സെഗദാഷിയുടെ യാത്രയെക്കുറിച്ച് പേജുകൾ മറയ്ക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ യാത്രകളിലെല്ലാം പരിശുദ്ധ കന്യക തൻ്റെ പുത്രൻ്റെ അതിഭീകരമായ പീഡാസഹനങ്ങളുടെ ആഴങ്ങളിലേക്ക് സെഗദാഷ്യയെ കൊണ്ടുപോവുകയാണുണ്ടായത്. നമ്മൾ വിചാരിക്കും ഈശോയും മാതാവും പലർക്കും പ്രത്യക്ഷപ്പെട്ടു, സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയാം, ഭാഗ്യം, ഈശോയെയും മാതാവിനെ കാണാൻ പറ്റിയില്ലേ, സന്ദേശങ്ങളൊക്കെ കിട്ടുന്നില്ലേ എന്ന്. പക്ഷേ ഈ സന്ദേശങ്ങൾ കിട്ടുന്നവർക്കും ഈശോയെയും മാതാവിനെയും നേരിട്ട് കാണുന്നവർക്കും വലിയ സഹനങ്ങളാണ് ഈശോ കൊടുക്കുന്നത്, അല്ലാതെ സുഖമല്ല. സെഗദാഷി അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ ഓർത്താൽ എനിക്കറിയാം, ഈ വീഡിയോ ഞാൻ പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പലരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ പുസ്തകം ഓൺലൈനിൽ വരുത്തി വായിച്ചു കഴിഞ്ഞു എന്ന്. നിങ്ങളപ്പോൾ അറിഞ്ഞു കാണും സെഗദാഷിയുടെ സഹനങ്ങൾ. സെഗദാഷിക്ക് എപ്പോഴും ഈശോയാണ് ദർശനം കൊടുത്തിരുന്നത്. പരിശുദ്ധ അമ്മ ആദ്യമായിട്ട് സെഗദാഷിക്ക് ദർശനം കൊടുത്തത് 1982 സെപ്റ്റംബർ 1-നാണ്. അത് ഈശോ ദർശനം നൽകി 2 മാസങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധ അമ്മ സെഗദാഷിയെ സന്ദർശിക്കുന്നത്. അന്ന് ഈ അമ്മ വന്നപ്പോഴുണ്ടായ കാര്യങ്ങൾ വിവരിക്കാൻ കമ്മീഷൻ സെഗദാഷിയോട് പറഞ്ഞു. അപ്പോൾ സെഗദാഷ്യ പറയുന്നതും അവരുടെ ചോദ്യങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്.
അന്വേഷണ കമ്മീഷൻ ചോദിച്ചു, സഹദേഷ്യ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി വീണ്ടും വന്നതിന് നന്ദി. ഇന്ന് സെപ്റ്റംബർ 8 കഴിഞ്ഞ ഓഗസ്റ്റിൽ നിന്നെ കണ്ടപ്പോൾ പറഞ്ഞത് 1 ഡസനിലധികം പ്രാവശ്യം ഈശോ നിനക്ക് ദർശനമരുളി എന്ന്. ആ സമയത്ത് കിബുഹോയിൽ വെച്ച് പരിശുദ്ധ കന്യക നിനക്ക് ദർശനം അരുളിയില്ല അല്ലേ എന്ന്. അപ്പോൾ ഉത്തരം പറഞ്ഞു, സഹദേഷ്യ, അത് ശരിയാണ്. എനിക്ക് ലഭിച്ച ആദ്യ ദർശനങ്ങളെല്ലാം തന്നെ എൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിന് സമീപമായിരുന്നു. അപ്പോൾ ഈശോ എന്നോട് കിബുഹോയിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ വെച്ച് കൂടുതൽ സന്ദേശങ്ങൾ നൽകാനുണ്ടെന്നും അറിയിച്ചു. അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈശോ എനിക്ക് പ്രത്യക്ഷനാകാൻ തുടങ്ങിയത്. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈശോ ദർശനം നൽകിയപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോടൊപ്പമാണ് ഈശോ വന്നത്. ഈശോ എന്നോട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അവളാണ് നീ കേട്ടിട്ടുള്ളതുപോലെ അനുഗ്രഹങ്ങൾ നൽകുന്നത്. നീ എന്നെ ബഹുമാനിക്കുന്നത് പോലെ അമ്മയെയും ബഹുമാനിക്കുക. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അമ്മയെയും സ്നേഹിക്കുക. അപ്പോൾ അന്വേഷണ കമ്മീഷൻ ചോദിച്ചു, നിനക്ക് കാണപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഇരുന്നിരുന്നത്? അത് നീ പറയുമോ എന്ന്. സഹദേഷ്യ പറയാണ്, എങ്ങനെയാണ് ഞാൻ ആ പൂർണ്ണമായ സൗന്ദര്യം വിവരിക്കുക? എൻ്റെ തികച്ചും അപര്യാപ്തമായ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ മഹത്വപൂർണയായ മാന്യ വനിതയെപ്പറ്റി നിങ്ങളോട് പറയാൻ ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ. പരിശുദ്ധ കന്യകയുടെ സൗന്ദര്യം ആർക്കും വിവരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പ്രഭാപൂരിതമായ വെളുത്ത മൂടൽ മഞ്ഞിലെന്ന പോലെ എൻ്റെ മുമ്പിൽ പരിശുദ്ധ കന്യക ഒഴുകിയെത്തി. ആദ്യം ഞാൻ കണ്ടത് ഒരു ചെറിയ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ അവൾ എന്നെ തൻ്റെ കരങ്ങളിൽ എൻ്റെ സ്വന്തം അമ്മ ചെയ്യുന്നത് പോലെ വഹിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ ആദ്യം കണ്ടപ്പോൾ സഹദേഷ്യയെ കൈകളിലെടുത്ത് ഒഴുകി നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വലിയ വിവരണങ്ങളാണ് പിന്നെ പറയുന്നത്. അമ്മയുടെ സൗന്ദര്യം, അമ്മയുടെ ആ സ്വർഗീയത നമുക്ക് എത്ര വിവരിച്ചാലും അതിൻ്റെ പൂർണ്ണതയിൽ വിവരിക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നുണ്ട്. ചുളിവുകളില്ലാത്ത, തയ്യലുകളില്ലാത്തൊരു നീണ്ട അങ്കിയാണ് അന്ന് ധരിച്ചിരുന്നത്. അത് അവളുടെ പാദങ്ങളെ മറച്ചിരുന്നു. ഒരു നീല അരക്കെട്ട് ധരിച്ചിരുന്നു. മുത്തിൻ്റെ നിറമാർന്നൊരു ശിരോവസ്ത്രം തലയിലൂടെ ഇട്ടിരുന്നു. തോളറ്റം വരെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അന്വേഷണ കമ്മീഷൻ ചോദിച്ചു, ആദ്യ ദർശനത്തിൽ മാതാവ് എന്ത് സന്ദേശമാണ് നിനക്ക് നൽകിയത്? അപ്പോൾ ഉത്തരം പറഞ്ഞു സഹദേഷ്യ, എനിക്ക് പരിശുദ്ധ കന്യക ആദ്യം സന്ദേശം നൽകുകയല്ല ചെയ്തത്. എന്നോട് അവൾ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, എപ്പോഴും എന്നെ ബഹുമാനിക്കുക. നിനക്ക് വിഷമം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സങ്കടം തോന്നിപ്പിക്കുന്നത് എന്തായാലും എന്നോട് പറയുക. ഞാൻ ആദ്യം മുതൽ അന്ത്യം വരെ നിൻ്റെ അമ്മയാണ്. പരിശുദ്ധ കന്യക അന്ന് പ്രത്യേകിച്ച് സന്ദേശമൊന്നും നൽകിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ സന്ദേശത്തിൽ ദർശനത്തിൽ ഇവൻ്റെ കൂടെ ചെലവഴിച്ച സമയം നോക്കുമ്പോൾ സഹദേഷ്യയ്ക്ക് തോന്നുന്നത്, അവൾ എത്രമാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത്. അത്രയ്ക്കും പരിശുദ്ധ അമ്മ സഹദേഷ്യയെ സ്നേഹിക്കുന്നു, ഒപ്പം മാനവരാശിയെ മുഴുവൻ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് വീണ്ടും ചോദിക്കുകയാണ് സഹദേഷ്യയോട്, ഈശോ നിനക്ക് ദർശനം തന്നത് കൂടാതെ പരിശുദ്ധ അമ്മ നിനക്ക് ദർശനം നൽകിയെന്ന് ഞാൻ കേട്ടു. അപ്പോൾ എന്തെങ്കിലും രഹസ്യം പരിശുദ്ധ അമ്മ പറഞ്ഞു എന്ന് ചോദിച്ചു. സഹദേഷ്യ വീണ്ടും പറഞ്ഞു, ഇല്ല, പരിശുദ്ധ കന്യക എന്നോട് ഒരു രഹസ്യവും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മ വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, നന്നായി ജീവിക്കണം, നിത്യവും ജപമാല ചൊല്ലണം. എന്നിട്ട് പറയുകയാണ് പരിശുദ്ധ കന്യക, ഒരു പാട്ട് ഞാൻ പാടിക്കേൾപ്പിക്കാം എന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. പാട്ട് ഇങ്ങനെയാണ്: ഈശോ തൻ ശിഷ്യരോട് അരുൾ ചെയ്തു, എല്ലാം ഉപേക്ഷിക്കുക, എൻ്റെ പിന്നാലെ വരിക. അവർക്കേറെ ലൗകികധനവും കഷ്ടതകളും ഉണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചവർ അവനെ പിന്തുടർന്നു. ഈശോയെ, മനുഷ്യൻ്റെ രക്ഷകനെ. ഏറെയേറെ ദൈവിക കാര്യങ്ങൾ അവൻ അവരോട് ചൊല്ലി. മനുഷ്യരുടെ മേൽ ദൈവം ചൊരിയും അനുഗ്രഹങ്ങൾ. ഈശോ തൻ ശിഷ്യരോട് അരുൾ ചെയ്തു, എൻ്റെ മക്കളെ, എൻ്റെ പിന്നാലെ വരിക, സ്വർഗത്തിലെത്തുക.
ആനന്ദിച്ചുല്ലസിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നാം എല്ലാം അവൻ്റെ പിന്തുടർന്നിടണം, ദൈവത്തിലെത്തണം. നമ്മെ സൃഷ്ടിച്ചു ജീവൻ പരിപാലിക്കുന്ന ദൈവത്തെ, നമ്മുടെ ഉള്ളിൽ വാണിടും ദൈവത്തെ, നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കും ദൈവത്തെ കാണണം. ഇതാണ് പരിശുദ്ധ അമ്മ സെഗദേശിയോട് പറഞ്ഞത്. അപ്പോൾ അന്വേഷണ കമ്മീഷൻ പറഞ്ഞു, ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സഹിച്ച പീഡകൾ, അതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ നിന്നെ എന്തോ അറിയിച്ചതായി ഞങ്ങൾ കേട്ടു. നവംബർ 15 എന്തോ സംഭവം ഉണ്ടായില്ലേ, നീ അതൊന്ന് പറയുമോ എന്ന്. പ്രിയ കൂട്ടുകാരെ, വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട സന്ദർശനത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത്. സെഗദേശി പറഞ്ഞു, അന്ന് ഞാൻ മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ ഈശോ എന്തൊക്കെ സഹിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ബൈബിളിൽ വിവരിച്ചിരുന്ന അതികഠിനമായ പീഡകളെക്കുറിച്ച് ഈശോ പറഞ്ഞു. താനേറ്റ അടികളെക്കുറിച്ച്, സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്രയെക്കുറിച്ച്, ചമ്മട്ടിയടികളെപ്പറ്റി, തലയിൽ തറച്ച മുൾമുടിയെക്കുറിച്ച്, കൈകാലുകളിൽ ആണിതറച്ചതിനെപ്പറ്റി, തൻ്റെ ഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ടതിനെക്കുറിച്ച് എല്ലാം സെഗദേശിയോട് പറഞ്ഞു. അപ്പോൾ ഈശോ പറയുകയാണ്, രേഖപ്പെടുത്തിയിട്ടില്ലാത്ത 15 പീഡനങ്ങൾ ലോകത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന്. നമ്മളൊന്നറിയാത്ത 15 പീഡകൾ. അപ്പോൾ സെഗദേശി പറഞ്ഞു, ഞങ്ങളുടെ രക്ഷയ്ക്കായി ഈശോ സഹിച്ച പീഡകളുടെ എല്ലാ വിവരങ്ങളും എനിക്കറിയണം, അതുകൊണ്ട് അതെന്നോട് പറയണം എന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ശരിക്കും അക്കാര്യങ്ങൾ അറിയണോ? ശരി കുഞ്ഞ്, ഏതാനും മിനിറ്റ് കാത്തിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധ അമ്മയെ അയച്ചു. അങ്ങനെ സെഗദേശിക്ക് സന്തോഷമായി. ഞാൻ എന്തായാലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ആ 15 പീഡകളുടെ രഹസ്യം അറിയാനല്ലേ പോണേ. സന്തോഷമായി. പക്ഷേ അല്പസമയത്തിന് പരിശുദ്ധ അമ്മ അവൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വെളിപ്പെടുത്തി കിട്ടാൻ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ നീ തയ്യാറാണോ എന്ന്. അവൻ പറഞ്ഞു, അമ്മേ. സന്തോഷപൂർവ്വം പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കണം. ഇത് പറഞ്ഞ് തീരും മുമ്പേ ആരോ ഗദകളും ഇരുമ്പ് വടികളും കൊണ്ട് അടിച്ചാൽ എന്നതുപോലെ നിലത്ത് കമിഴ്ന്നു വീണു അവൻ. വേദന കൊണ്ട് അലറി വിളിച്ചു. എനിക്ക് ചുറ്റും അന്ധകാരമായിരുന്നു. സഹനത്തിൻ്റെ പീഡനത്തിൻ്റെ ലോകത്തിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, എന്നാൽ വലിയൊരു ശക്തി എന്നെ നിലത്തേക്ക് അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. മുകളിൽ എവിടെയോ നിന്ന് വലിയ കല്ലുകൾ എൻ്റെ പുറത്തു വന്ന് വീഴുന്നത് പോലെ തോന്നി. എൻ്റെ അമ്മേ, എന്താണിത് എന്നോട് ചെയ്യുന്നത്? ഭയപ്പെട്ടു പോയി. പക്ഷെ ഒരു ഉത്തരവും കിട്ടിയില്ല. ശരീരത്തിലെ എല്ലാ എല്ലുകളും തകർന്നുപോയി. ഇവൻ പറഞ്ഞു, ദയവായി എന്നോട് അമ്മയെ സംസാരിക്കണമേ എന്ന്. എന്നിട്ട് പറഞ്ഞു, അമ്മയെ, എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈശോ അമ്മയോട് പറഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഞാൻ പഠിച്ചു, വേണ്ടത്ര പഠിച്ചു. ശരീരം തകർക്കുന്ന അടികൾ തുടർന്നുകൊണ്ടിരുന്നു. ഇവൻ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ പ്രാവശ്യവും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ ഭാരമേറിയ അടി മുതുകിൽ വീഴും, മുഖം കുത്തി നിലത്ത് വീഴും. കണ്ണുകൾ രക്തം നിറഞ്ഞ് കലങ്ങി. സുഷ്മനാടി രണ്ടായി പിളർന്നുവെന്ന് തോന്നി. എല്ലാ എല്ലുകളും തകർന്നു നുറുങ്ങിയ മട്ടായി. ഒറ്റയടിക്ക് 6 വട്ടം ശക്തമായി നിലത്തെറിഞ്ഞ ശേഷം ഞാൻ തറയിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. ഞാൻ തറയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ എൻ്റെ പീഡകർക്ക് ഓരോ പ്രാവശ്യവും എന്നെ എടുത്തെറിയണ്ടല്ലോ. പക്ഷേ സമാധാനമുണ്ടായില്ല. ഞാൻ പ്രതിരോധിക്കുന്നത് അവസാനിപ്പിച്ച് ശാന്തനായപ്പോൾ അദൃശ്യമായ ഒരു ശക്തി എന്നെ വായുവിലേക്ക് ഉയർത്തി. ഞാൻ നിലത്ത് നിൽക്കാൻ ആഞ്ഞപ്പോൾ അതെന്നെ തറയിൽ അടിച്ചു വീഴ്ത്തി. പ്രിയ കൂട്ടുകാരെ, ഈശോ ബൈബിളിൽ രേഖപ്പെടുത്താത്ത 15 പീഡകൾ കാണിച്ചു കൊടുത്തതാണ്. ശരീരമാസകലം തകർന്നും ഏതാണ്ട് നിത്യതയിലേക്ക് എത്തിച്ചേർന്ന വിധം മണിക്കൂറുകൾ കടന്നുപോയി. പിന്നെ സാവധാനം പരിശുദ്ധ അമ്മയെ കാണാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, പാവം കുഞ്ഞേ, ഞാനിപ്പോഴും നിൻ്റെ വേദനകൾ ഏറ്റെടുക്കാൻ തയ്യാറായി ഇവിടെയുണ്ട് കേട്ടോ.
ഇപ്പോൾ നിനക്കറിയാം, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനായി എൻ്റെ മകൻ സഹിച്ച പീഡനങ്ങളുടെ ആഴം, ക്രൂരത, വേദനയെല്ലാം. അത് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് പോയി. ഈശോ വീണ്ടും വന്നു സെഗദേഷിയുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, എൻ്റെ അമ്മയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവൾ ഉത്തരം നൽകിയോ? നീ അത്ഭുതത്തോടെ ചോദിച്ചതിനെല്ലാം അവൾ വിശദീകരണം നൽകിയോ എന്ന്. കർത്താവിനോട് മറുപടി പറയും മുമ്പേ ഞാൻ എൻ്റെ കയ്യും കാലും നെഞ്ചും മുഖവും ഒക്കെ തൊട്ടു നോക്കി. ഈ പീഡനങ്ങൾ കഴിഞ്ഞപ്പോൾ സെഗദേശിക്ക് മനസ്സിലായി ഞാൻ തകർന്നു പോയി. പക്ഷെ ഈശോ ചോദിച്ചപ്പോൾ കയ്യൊക്കെ തൊട്ടു നോക്കി. അത്ഭുതകരമായ ഒരു കാര്യം അവൻ മനസ്സിലാക്കി. ഇത്ര അടിയും എറിയലൊക്കെ കൊണ്ടിട്ട് അവനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അത് വലിയ വേദനയായിരുന്നു എന്നാണ്. എന്നിട്ട് ഈശോ ചോദിച്ചു, നിനക്ക് പരാതിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പരാതിയും ഇല്ല. എനിക്ക് ഇത്ര സന്തോഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈശോയോട് നുണ പറയുകയാണ്, അത് തെറ്റാണെന്ന് ഇവനറിയാം. എന്നാൽ ഞാൻ പരിശുദ്ധ അമ്മ ഈശോയുടെ സഹനത്തെപ്പറ്റി എന്നെ പഠിപ്പിച്ചതിനെപ്പറ്റി പരാതി പറഞ്ഞാൽ വീണ്ടും അതൊക്കെ ആവർത്തിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇവനിത് ഇങ്ങനെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, പരാതിയൊന്നുമില്ല എന്ന്. അപ്പോൾ അന്വേഷണ കമ്മീഷൻ ചോദിക്കുകയാണ്, നിന്റെ പരിശുദ്ധ അമ്മ നിനക്ക് നൽകിയ സഹനങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമുണ്ട്. നോമ്പ് കാലത്ത് നിനക്ക് അതികഠിനമായ പീഡകൾ ഉണ്ടായതായി കേട്ടു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഇനി നോമ്പ് കാലത്ത് എന്ത് സഹനമാണ് അവനുണ്ടായതെന്ന് നമുക്ക് കേൾക്കാം. അവൻ ഉത്തരം പറയുകയാണ്, നോമ്പ് കാലത്ത് എനിക്കേറെ സഹനങ്ങളുണ്ടായി. അത് പരിശുദ്ധ അമ്മ വഴിയല്ല നൽകപ്പെട്ടത്, അത് കർത്താവാണ് അനുവദിച്ചത്. ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് ഉപവസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനും ചെയ്യണമെന്ന് പറഞ്ഞു. 15 ദിവസത്തേക്ക് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് മാർച്ച് 7 ആരംഭിച്ചു. 22 ദിവസത്തേക്ക് എനിക്ക് കേൾക്കുവാനോ സംസാരിക്കുവാനോ കഴിയുകയില്ല എന്നും അവിടുന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ അപ്പൻ്റെ കൂടെയാണെങ്കിൽ ഇവന് ഉപവസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? താമസം ഇടവക വികാരിയുടെ കൂടെയാക്കി. അങ്ങനെ ഉപവസിക്കാൻ തുടങ്ങി. മാർച്ച് 7 ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു. 2 മണിക്കൂറിനകം എൻ്റെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. ഉപവാസത്തിൻ്റെ 3-ാം ദിവസം എൻ്റെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട പുരോഹിതൻ എന്നെ മെത്രാസന മന്ദിരത്തിലാക്കി. ഇവന് ഓർമ്മയൊന്നും ഉണ്ടായില്ല. ഭൂമിയിൽ നിന്ന് വേർപെട്ട് കർത്താവിൻ്റെ അടുത്ത് പറക്കുന്നതായിട്ട് ഇവന് തോന്നി. മാർച്ച് 13 ഉപവാസത്തിൻ്റെ 6-ാം ദിവസം തൊണ്ട വരണ്ട് നാവ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമെന്ന് തോന്നി. ആ സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 1 കപ്പ് ചായ പാലും മധുരവും ഇല്ലാതെ കുടിച്ചുകൊള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ സെഗദേശിക്ക് ഭയങ്കര സങ്കടമായി. കാരണം പാലും പഞ്ചസാരയും ഇല്ലാതെ ഇവൻ ചായ കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈശോയോട് പറഞ്ഞു, കർത്താവ് എനിക്കിത് കുടിക്കാൻ പറ്റില്ല എന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ കുരിശിൽ കിടന്നപ്പോൾ ഇതുപോലെ കയ്പുള്ള ഒരു പാനീയമാണ് എനിക്ക് കിട്ടിയത് എന്ന്. അപ്പോൾ അതിൻ്റെ രുചി നീയും അറിയണമെന്ന്. അവൻ പറഞ്ഞു, എന്തായാലും ഈ ചായ എനിക്ക് കുടിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ നല്ല ചായയെ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് പറയാണ്, അല്പം വെള്ളം കുടിക്കട്ടെ കർത്താവേ, എന്നോട് ക്ഷമിക്കണേ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് നൽകപ്പെട്ട കയ്പുള്ള പാനീയം ഞാൻ നിനക്ക് നൽകിയത് നീ നിരസിക്കുകയാണോ എന്ന്. അപ്പോൾ സെഗദേശ ചോദിച്ചു, അവർ കയ്പുള്ള പാനീയം തന്നു, പക്ഷെ നീ കുടിച്ചില്ലല്ലോ എന്ന്. ഉള്ള കാര്യം മുഖത്ത് നോക്കി ചോദിക്കും. അപ്പോൾ ഈശോപ്പം, നീ അല്പം അത് രുചിച്ച് നോക്ക് സെഗദേശ എന്ന്. അപ്പോൾ ഈശോ നിർബന്ധിക്കുകയാണ്. ഇവൻ സമ്മതിച്ചില്ല. ഇവൻ പറഞ്ഞു, ഞാനല്ലല്ലോ അങ്ങേക്ക് കയ്പ് നീര് കുടിച്ചത് തന്നത്, മറ്റു വല്ലവരും ചെയ്ത കുറ്റത്തിന് ഞാനെന്തിനെ പിഴ തീർക്കുന്നത് എന്ന്. അങ്ങനെ ഇവൻ്റെ നിർബന്ധത്തിന് ഈശോ വഴങ്ങി. ശരി, പകരമായി നീ എനിക്ക് എന്തൊരു പരിഹാരം തരും? അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ 3 ദിവസം കൂടി ഇതിന് പകരമായി ഉപവസിക്കാം. എൻ്റെ ചായയിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞു, ശരി, 3 ദിവസം കൂടി നീ ഉപവസിച്ചോ, പഞ്ചസാര 1 ടീസ്പൂൺ ഇട്ടോ എന്ന്. ഈശോ സഹിച്ച ഉപവാസവും വേദനയൊക്കെയാണ് ഈ കേൾക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഉപവാസവും ഈശോ ചെയ്ത ഉപവാസമൊക്കെ എന്താണെന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. അങ്ങനെ അവൻ ഈ വാദത്തിൽ ജയിച്ചു.
പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമായില്ല. ഈശോ പറഞ്ഞ കാര്യം അവൻ ചെയ്തില്ലല്ലോ. അങ്ങനെ 3 ദിവസത്തോടു കൂടി 11 ദിവസത്തെ സഹനം കൂടി വന്നു ചേർന്നു. അങ്ങനെ മെത്രാൻ മന്ദിരത്തിലത്തെ പതുപതുത്ത കിടക്ക് ഉപേക്ഷിച്ച് നിലത്ത് കിടന്നുറങ്ങാൻ പറഞ്ഞു ഈശോ. മാത്രമല്ല, ആ സമയത്ത് അവൻ്റെ ശിരസിൽ മുൾമുടി ധരിക്കപ്പെട്ടു. എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും അവൻ മനസ്സിലായില്ല. 7 വ്യാകുലങ്ങളുടെ കൊന്ത ചെല്ലാൻ കൽപ്പന കിട്ടി. ഈശോ തന്നെ എൻ്റെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചു. ഓരോ മുള്ളിന് 5 ഇഞ്ച് നീളമുണ്ടായിരുന്നു. അവ എൻ്റെ തലയോട്ടി തുളച്ച് കയറി. എൻ്റെ തലച്ചോറ് പുറത്തേക്ക് വരുന്ന മട്ടിലായി. ഞാൻ അവിശ്വസനീയമായ വേദനയാൽ പിടഞ്ഞു. ഈശോ സഹിച്ച വേദനകളാണ് സെഗദേഷിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കപ്പ് ചായ കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഒരൊറ്റ ദിവസമേ മുൾക്കിരീടം ധരിപ്പിച്ചിട്ടുള്ളൂ, പിന്നെ ധരിപ്പിച്ചിട്ടില്ല. അങ്ങനെ 18 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ അവൻ കുടിക്കാനും തിന്നാനും തുടങ്ങി. വേദനകളൊക്കെ അവസാനിച്ചു. കേൾക്കാനും സംസാരിക്കാനും കഴിഞ്ഞു. ഈശോ കൊടുത്ത എല്ലാ സന്ദേശങ്ങളും അവൻ സ്വീകരിച്ചതിന് ഓർത്ത് ഈശോ നന്ദി പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു, നിനക്ക് ഈ ഉപവസിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറും, നീ മിടുക്കനാകും, ഞാൻ തൃപ്തനാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ പിന്നീട് വീണ്ടും അന്വേഷണ കമ്മീഷൻ അവനോട് പറയുകയാണ്, നീ ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചു വന്നല്ലോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിൻ്റെ ഈ അവസ്ഥയിൽ സൂക്ഷ്മമായിട്ട് ഡോക്ടർമാർ അവനെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈശോയിൽ നിന്ന് നേരിട്ട് തന്ന ഈ സഹനത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച ഈശോ 3 മാസങ്ങൾക്കുള്ളിൽ കിബുഹോയിലെ പൊതുദർശനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സെഗദേഷി അത് അവസാനിച്ചതായി കണ്ടു. അവിടെ ദർശനങ്ങളായ 4 കുട്ടികൾക്ക് 5-6 കുട്ടികൾക്ക് കൊടുത്തിരുന്നല്ലോ, ആ സന്ദേശങ്ങളൊക്കെ അവസാനിച്ചു. അതിനു മുമ്പ് തന്നെ ഈശോ സെഗദേഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1953 ജൂലൈ 2 പൊതുദർശനങ്ങൾ അവസാനിക്കും. 1982 ജൂലൈ 2 മരത്തണലിൽ വെച്ച് ഈശോ ആദ്യം സെഗദേഷിയോട് സംസാരിച്ചത്. അവൻ്റെ പ്രഘോഷണം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഈശോ പറഞ്ഞിരുന്നു. ഈശോ പറയുന്നത്, സമീപരാജ്യങ്ങളായ ബറുണ്ടിയിലേക്കും സയറിലേക്കും യാത്ര ചെയ്യണം, സുവിശേഷ സന്ദേശങ്ങൾ അറിയിക്കണം, അതുവഴി ഹൃദയപരിവർത്തനത്തിനായി ജനങ്ങളെ പ്രേരിപ്പിക്കണം, ഈശോയോടുള്ള സ്നേഹത്താൽ ഹൃദയം നിറയണം, ഇത് സകല ജനങ്ങളെ അറിയിക്കണം. ഇതാണ് സെഗദേഷിക്ക് കൊടുത്ത ഡ്യൂട്ടി. അങ്ങനെ കിബുഹോ വിട്ടു പോകേണ്ടി വരുമെന്നും മേരിയുടെ ദർശനങ്ങളും ഈശോ നൽകുന്ന പൊതുദർശനങ്ങളും അവസാനിക്കുമെന്നും മനസ്സിലാക്കിയ സെഗദേഷിക്ക് ഭയങ്കര സങ്കടമായി, പരിശുദ്ധ അമ്മ വിട്ടുപോകുന്നതിനെ ഓർത്ത്. അങ്ങനെ അവൻ ഭയങ്കര സഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയും വിട്ടുപോകല്ലേ, അവരുടെ സന്ദേശങ്ങൾ അവസാനിച്ച് ദർശനങ്ങൾ. പിന്നീട് അന്വേഷണ കമ്മീഷൻ അവനോട് പറഞ്ഞു, കിബുഹോയിലെ അവസാന ദിവസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, പിന്നെ നിന്റെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ബറുണ്ടിയിലേക്കും സയറിലേക്കും പോകാൻ ഈശോ പറഞ്ഞിട്ടില്ലേ, നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, 1953 ജൂലൈ 2 ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ കിബുഹോയിൽ നൽകിയ സന്ദേശങ്ങൾ പ്രഘോഷിക്കാനായി ബറുണ്ടിയിലേക്കും സയറിലേക്കും പോകണം എന്നിട്ട് മടങ്ങിയെത്തണം, റുവാണ്ടയിലേക്ക് മടങ്ങിയെത്തണം. അങ്ങനെ പോണം എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ ചോദിച്ചു, എത്ര നാൾ നീ മറ്റു രാജ്യങ്ങളിൽ പ്രഘോഷണം നടത്തും? അവൻ പറഞ്ഞു, പരിശുദ്ധ കന്യക പറഞ്ഞത്, ഞാൻ 1 വർഷം ബറുണ്ടിയിൽ ജോലി ചെയ്യണം, 2.5 വർഷം സയറിലും, വീണ്ടും അടുത്ത വർഷം റുവാണ്ടയിലും പ്രഘോഷിക്കണം. അങ്ങനെ നീണ്ട കാലമാണ്, 2.5 വർഷം. അതായത് 1 വർഷം ബറുണ്ടിയിൽ, 2.5 വർഷം സയറിൽ, വീണ്ടും 2 വർഷം റുവാണ്ടയിൽ, അപ്പോൾ 4.5 വർഷം. അപ്പോൾ ഇവൻ ചോദിച്ചു, കുറച്ച് ഇളവ് തരുമോ എന്ന്. ഇല്ലമ്മ കുഞ്ഞ്, ഇളവ് തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ കയ്യിൽ പണമില്ലാതെ എങ്ങനെയാണ് നിന്നെപ്പോലെ ഒരു ബാലൻ ഇങ്ങനെ ബറുണ്ടിയിലും സയറിലൊക്കെ പോവുക?
അപ്പോൾ ഇവൻ പറയുകയാണ്, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആകെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈശോയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതിലാണ്. എന്നിട്ട് പറഞ്ഞ അവനെ സഹായിക്കും, ഈശോയും മാതാവും. 1985 ബറുണ്ടിയിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത്. ഇവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക യാത്രയ്ക്ക്. അതിനു മുമ്പേ മാമോദീസ സ്വീകരിക്കും. അതുപോലെ ഒരു പുരോഹിതനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കണം. അതുകൊണ്ട് കർത്താവിനൊരു വാക്കുകൊണ്ട് ഇവനെ ജ്ഞാനസ്നാനപ്പെടുത്താൻ കഴിയും, അതിനറിയാം. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഒരു പുരോഹിതനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. ഇവൻ്റെ അപ്പനും അമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അങ്ങനെ മൊത്തം കുടുംബം ക്രിസ്ത്യാനികളായി. വിജാതീയ ബാലനായിരുന്നു ഇവൻ. അങ്ങനെ സുവിശേഷ പ്രഘോഷത്തിന് പോകുന്നതിന് മുമ്പ് അപ്പനെയും അമ്മയെയും കുടുംബത്തിൽ സഹായിക്കുന്നുണ്ട്. ഇവനോട് ഇടയ്ക്കിടയ്ക്ക് അപ്പൻ പറയൂത്രേ, നീ വിവാഹം കഴിക്കണം, എനിക്ക് പേരക്കുട്ടികളെ കാണണം എന്നൊക്കെ. പക്ഷേ ഈശോ പറഞ്ഞു, ഞാൻ അവിടുത്തെ പോലെ ബ്രഹ്മചാര്യം പാലിക്കണമെന്ന്. ഭാര്യയോ കുട്ടികളോ ഒന്നും എനിക്കുണ്ടാവുകയില്ല. അവിടുത്തെ സന്ദേശം പ്രചരിപ്പിക്കുക മാത്രമാണ് എൻ്റെ ജീവിത ഉദ്ദേശം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ അധികകാലം ഉണ്ടാവുകയില്ല എന്നും ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടെ 2-3 പ്രാവശ്യം ഈശോ സഗതേശയോട് പറഞ്ഞിട്ടുണ്ട്, നീ അധികകാലം ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ 33 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ, നീ അതിലും കുറവ് സമയമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. പിന്നീട് നമുക്കറിയാലോ, 25 വയസ്സോ 26 വയസ്സുള്ളപ്പോൾ റുവാണ്ടയിലെ കൂട്ടനരഹത്യയിൽ സഗതേശയും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പ്രവചനങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഗതേശയ്ക്ക് ഈശോ കൊടുത്ത പ്രവചനം അവസാന നാളുകളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മൾ സ്വീകരിക്കണം. അത് നോക്കി ജീവിതം ക്രമീകരിക്കണം. എന്നിട്ട് അന്വേഷണ കമ്മീഷൻ ചോദിക്കുകയാണ്, കിബുഹോയിൽ ഈശോയും മാതാവും പ്രത്യക്ഷപ്പെടുന്നത് നിർത്തിയപ്പോൾ നിനക്ക് അവരുടെ അഭാവം അനുഭവപ്പെട്ടു എന്ന്. സഗതേശ പറഞ്ഞു, എനിക്ക് അവരെ കാണാതെ വലിയ ദുഃഖമാണ് ഉണ്ടായത് എന്ന്. അങ്ങനെ ഇവൻ എപ്പോഴും ഈശോയെയും മാതാവിനെയും ഓർത്തിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർ വന്നിരുന്നു, ഇനി അവർ വരില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിരന്തരം പ്രാർത്ഥിക്കുന്നു, തെറ്റ് ചെയ്താൽ ഉടനെ കുമ്പസാരിക്കുന്നു. അങ്ങനെയാണ് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷെ അവൻ പറയുകയാണ്, പരിശുദ്ധ അമ്മയുടെ വാത്സല്യമേറിയ മാധുര്യം നിറഞ്ഞ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയം ചൊരിയുന്നത് പോലെയല്ല, എനിക്ക് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റാണ് പരിശുദ്ധ അമ്മയോട് എന്ന്. കമ്മീഷൻ ചോദിച്ചത്, നിനക്ക് ലഭിച്ച ദർശനങ്ങൾ അവസാനിച്ചതിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. സഗതേശ പറഞ്ഞു, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. മേരിയെ അവസാനമായി കണ്ടപ്പോൾ ഞാൻ അമ്മയോട് തികച്ചും വിശ്വസ്തത കാണിച്ചില്ല. ഈശോ പറഞ്ഞു 1985 ഞാൻ ബറുണ്ടിയിലേക്ക് പോകണം, ഏത് മാസം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് അവസാനം കണ്ടപ്പോൾ പറഞ്ഞു, എന്ന് പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഓഗസ്റ്റ് മാസം ആദ്യം പോകും എന്ന്. അപ്പോൾ ഇവന് ഭയങ്കര സങ്കടമായി. കാരണം അവനറിയായിരുന്നു ഇനി അമ്മയെ കാണില്ല എന്ന്, പരിശുദ്ധ അമ്മയെ. അതുകൊണ്ട് അമ്മയെ കാണാൻ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പോകേണ്ട മാസം തീയതിയൊക്കെ മറന്നു പോകും, അതുകൊണ്ട് അതെന്നെ ഓർമ്മപ്പെടുത്താൻ ഒരിക്കൽ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി വരികയില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കാതുകളിൽ ഞാനത് മന്ത്രിക്കും. അപ്പോൾ സഗതേശയ്ക്ക് സന്തോഷമായി, സ്വരമെങ്കിലും കേൾക്കാലോ എന്ന്. പിന്നെ വിചാരിച്ചു, പരിശുദ്ധ അമ്മയെ കാണാൻ വേണ്ടി ഇങ്ങനൊരു സൂത്രം പ്രയോഗിച്ചത് തെറ്റായി പോയി എന്ന്. പക്ഷെ പരിശുദ്ധ അമ്മയെ ഇനി മരണം വരെ കാണുകയില്ല എന്നോർത്തപ്പോൾ അവൻ കരയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. കമ്മീഷൻ ചോദിച്ചു, വേർപിരിയുന്ന സമയത്ത് പരിശുദ്ധ കന്യക പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന്. അവൻ പറഞ്ഞു, അവിശ്വസനീയമായ ഒരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. പരിശുദ്ധ അമ്മ പിരിയുന്നതോർത്ത് നിരാശപ്പെട്ട എന്നോട് അമ്മ പറഞ്ഞു, ഇനി ഞാനൊരു ദർശകനായിട്ടല്ല സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കണം, പ്രാർത്ഥനയിൽ സംതൃപ്തി കണ്ടെത്തണം.
അപ്പോൾ ഇവൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു ദുഃഖത്തോടു കൂടി, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടൊരു ചെറിയ വസ്തു എനിക്ക് തരുമോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തന്നോടൊപ്പം ജപമാല ചെല്ലാൻ. എന്നിട്ട് അമ്മ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നൊരു കാര്യം കാണിക്കാം, ഒരു സംഭവം. അത് വെച്ച് ബഹളം കാണിക്കുകയോ കരയുകയോ ചെയ്യരിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, മുകളിലേക്ക് നോക്ക് എന്ന്. ആകാശത്തിൻ്റെ ഉന്നതത്തിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അത് സങ്കല്പിക്കാനാവാത്ത, വിശദീകരിക്കാനാവാത്തവണ്ണം അതീവ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ സർവശക്തിയോടും കൂടെ അവിടെ എത്താൻ ആഗ്രഹിച്ചു. ഭൂമി നഷ്ടപ്പെടുന്നതിൽ എനിക്ക് തെല്ലും ദുഃഖം തോന്നിയില്ല. സ്വർഗത്തിൻ്റെ ദർശനം ലഭിച്ചതിനാൽ ഭൂമിയും അതിലെ യാതൊന്നും നിന്നെ ആകർഷിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ഇതാണ് അമ്മ കൊടുത്ത സമ്മാനം, സ്വർഗദർശനം. പ്രിയ സഹോദരങ്ങളെ, ഇനി എല്ലാം ഉപേക്ഷിച്ച് സഗദേശ്യ ബറുണ്ടിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഏറെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ബറുണ്ടിയിലേക്കുള്ള യാത്രയിൽ. കാരണം ബറുണ്ടി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു രാജ്യമാണ് എന്നാണ് പറയുന്നത്. ഈ സഗദേശ്യക്ക് ഈ സന്ദേശങ്ങൾ ദർശനം കിട്ടിയതോടുകൂടി അവൻ്റെ കുടുംബം ഭയങ്കര വേദനിക്കേണ്ടി വന്നു. എന്താണെന്നോ, പലരും വന്ന് അവരുടെ കുടിലൊക്കെ തകർത്തു, വയലൊക്കെ ചവിട്ടി മെതിച്ചു. അങ്ങനെ അവൻ്റെ വീട്ടുകാർക്ക് ഗത്യന്തരമില്ലാതായി ജീവിക്കാൻ. അവർ കിബുഹോ വിട്ടു പോകാൻ തുടങ്ങി. അപ്പോൾ സഗദേശ്യ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ പോവല്ലേ, ഈശോ എന്നെ കണ്ടത് ഇവിടെ വെച്ചാണ്, എനിക്ക് അതുകൊണ്ട് ഇവിടെ താമസിക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോവല്ലേ എന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, അവർ പറയുകയാണ്, ഞങ്ങൾ പോകും, കാരണം ഇവിടെ ഇരുന്നിട്ട് പട്ടിണി കിടക്കുമ്പോൾ ഈശോ ഒന്നും ഇതുവരെ കൊണ്ടു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പോകാണെന്ന് പറഞ്ഞു. അങ്ങനെ സഗദേശ്യക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് അവൻ മെത്രാനെ കാണാൻ പോയി. മെത്രാനോട് പറഞ്ഞു, മെത്രാൻ പറഞ്ഞു ദൈവം എല്ലാം തരുമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കിതുവരെ ദൈവമൊന്നും തന്നിട്ടില്ല. പിന്നീട് നമുക്ക് കാണാൻ പറ്റും, മെത്രാൻ അടുത്ത ഒരു ഗ്രാമത്തിൽ 2 ഏക്കർ സ്ഥലം ഏർപ്പാട് ചെയ്ത് കൊടുത്തു. കുടുംബം അങ്ങോട്ട് മാറി. അവൻ്റെ പെങ്ങൾ ഇന്നും അവിടെയാണ് താമസിക്കുന്നത്. അതുപോലെ അവരെ കുടുംബക്കാരെ കാണാൻ വേണ്ടി ഒരു കാറും മെത്രാൻ കൊടുത്തു. അങ്ങനെ ബറുണ്ടിയിലേക്കുള്ള യാത്രകളും ഒരുക്കങ്ങളും മെത്രാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയമായപ്പോൾ യാത്രയ്ക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടേ? വിക്ടർ എന്നു പേരായ ഒരു വ്യക്തി ഇവനെ സഹായിക്കാൻ വരുന്നു. 1950കളിൽ കിഗാലിയിലുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു വിക്ടർ. ഈ കിബുഹോ ദർശകരെ പറ്റി ആൻറ്റിയിൽ നിന്ന് കേട്ടറിഞ്ഞ വിക്ടർ ഇതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു, ഈ കിബുഹോയിലെ ദർശനങ്ങൾ. പക്ഷെ ആദ്യ ദർശന സമയത്ത് അൽഫോൻസിന് എന്ന് പറയുന്ന കുട്ടിക്ക് ലഭിക്കുന്ന ദർശനത്തിൻ്റെ സമയത്ത് ഈ വിക്ടർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിക്ടർ ദർശനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ സഗദേശ്യയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കിടയിൽ ഈ ഇമ്മാക്കുലി വിക്ടറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അന്നത്തെ അത്ഭുതത്തിന് സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ പാപവും വെറുപ്പും കൊണ്ട് അവർക്ക് തന്നെ നാശം വരുത്തുന്നോർത്ത് കരയുന്ന അമ്മയും ഈശോയും പറഞ്ഞു, നമ്മൾ ഹൃദയ പരിവർത്തനത്തിന് ശ്രമിക്കണമെന്ന്. അനുദപിക്കാനും ജപമാല ചൊല്ലാനും പരസ്പരം സ്നേഹിക്കാനുമുള്ള സന്ദേശങ്ങളാണ് കിട്ടിയത്. ആ സന്ദേശങ്ങൾ ഇവരുടെ ഹൃദയത്തിൽ അലയടിച്ചു വിക്ടറിൻ്റെ. അങ്ങനെ വിക്ടർ കാണുന്നവരോടൊക്കെ ഈ സന്ദേശം പറയാൻ തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, സഗദേശ്യയും അതുപോലെ ഈ സന്ദേശങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. ലോകം മുഴുവൻ ഈ സന്ദേശം പറയും, പക്ഷേ എല്ലാവരും ഭ്രാന്താണെന്ന് പറയും. ഭയങ്കര പ്രശ്നമാണ് ഈ സന്ദേശങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ സഗദേശ്യ ഈ വിക്ടറിൻ്റെ കൂടെയാണ് ഇനി യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. വിക്ടർ എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിലോ ഈ സന്ദേശങ്ങളൊക്കെ കേട്ടിട്ട് ഇതെങ്ങനെയെങ്കിലും ലോകത്തിൽ അറിയിക്കണമെന്ന് വിചാരിച്ച് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് സ്പീക്കറൊക്കെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ വീടിന് വെളിയിൽ എപ്പോഴും പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അയൽക്കാരൊക്കെ ക്രമേണ വന്നു കണ്ടു. അങ്ങനെ വളരെയധികം ആളുകൾ ഈ സന്ദേശങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി. ഈ വിക്ടർ വെറുതെ ആണെങ്കിലും ചിലപ്പോൾ കിബുഹയിൽ പോവും. അവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് വിക്ടർ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു. പഴയതും കീറിയ വസ്ത്രം ഇട്ടിട്ട് ഒരു കുട്ടി. ഇവൻ ഭിക്ഷക്കാരനാണോ എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ ആരോ പറഞ്ഞത് സെഗദാശിയാന്ന് പറഞ്ഞു. ഈ സെഗദാശിക്ക് ഈശോ കൊടുക്കുന്ന സന്ദേശങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് സെഗദാശിയെ കാണാൻ എല്ലാവരും കാത്താണ്ടിരിക്കുന്നത്. 8 വയസ്സുള്ള ഈശോയെ കണ്ട ബാലൻ. അങ്ങനെ വിക്ടർ പറയാണ്, ഇതൊക്കെ ഓർമ്മിച്ചെടുത്ത് വിക്ടർ പുഞ്ചിരിക്കുകയാണ്. ഈ ചെറിയ കുട്ടിക്കാണോ ഇങ്ങനെ കിട്ടുന്നത്? അതൊരു വിവരമില്ലാത്ത കുട്ടിക്ക്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ, ഈശോയുടെ പ്രത്യക്ഷീകരണം വന്നാൽ ഈ കുട്ടി ആകെ മാറും, ഭാവമൊക്കെ മാറും. പിന്നെ വലിയ ജ്ഞാനിയുടെ മട്ടിലാണ് സംസാരം. ഇത് വിക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സെഗദാശിയുടെ മൺകുടിലേക്ക് വിക്ടർ പോയിട്ടുണ്ട്. അങ്ങനെ വിക്ടർ പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വിക്ടറിൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ പറയുന്നുണ്ട്. ഒരു ആയിരക്കണക്കിന് ആളുകൾ ആ കുടിലിന് ചുറ്റുണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ സെഗദാശിയ ഈ വിക്ടറിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. വിക്ടറിന് സെഗദാശിയുടെ കൂടെ പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പറയുകയാണ്, കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നത്. ഒരു ദിവസം കിഗാലിയിലെ എൻ്റെ വീടിന് മുമ്പിൽ ഒരു വാതിലിന് മുട്ടുന്നൊരു ശബ്ദം കേട്ടു. തുറന്നപ്പോൾ സെഗദാശി മുന്നിൽ. അവൻ്റെ കൂടെ ഫാദർ സെമ്പേരായും ഉണ്ടായിരുന്നു, കിബുഹായിലെ പുരോഹിതൻ. അങ്ങനെ വിക്ടറിൻ്റെ അടുത്ത് സെഗദാശി പറഞ്ഞു, ഈശോ എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. എൻ്റെ സംരക്ഷകനാണ് താങ്കൾ. പെട്ടെന്ന് വിക്ടറിന് എന്താ ചെയ്യേണ്ടതെന്ന് ബോധമില്ലാണ്ട് തലകറങ്ങി വീഴുകയാണ്. കാരണം അത്രമാത്രം സെഗദാശിയെ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണെന്നോ? ഈശോയെ കണ്ട ബാലനായതുകൊണ്ട്. അല്ലാതെ വേറെ ഇഷ്ടമൊന്നുമല്ല, ഈശോയെ കണ്ടതുകൊണ്ട് സെഗദാശിയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ സെഗദാശിയുടെ ജ്ഞാനസ്നാന പിതാവ് റുവാണ്ടയുടെ പ്രസിഡന്റിൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്നു. അദ്ദേഹം ഔദ്യോഗിക കാര്യങ്ങൾക്കുമായിട്ട് വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സെഗദാശിക്ക് ബാറുണ്ടിക്ക് പോകും മുമ്പ് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ കണ്ട പുരോഹിതനെ കണ്ടെത്തി ജ്ഞാനസ്നാനം മുങ്ങുന്നുണ്ട്. ഈ ജ്ഞാനസ്നാനം മുങ്ങുമ്പോൾ അവൻ്റെ തലത്തൊട്ടപ്പനായിട്ട് വരുന്നത് വിക്ടറാണ്. അതുകൊണ്ട് അവൻ ചോദ്യോത്തരം ചോദ്യവേളയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇങ്ങനെ ബറുണ്ടിയിലേക്കുള്ള യാത്ര വളരെ മോശമാണ്, കാരണം സ്ഥിതി വളരെ മോശമാണ് ബറുണ്ടിയിൽ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജ്ഞാനസ്നാന പിതാവ് വിക്ടർ എന്നോട് പറഞ്ഞു, ബറുണ്ടിയുടെ ഭരണാധികാരി സഭയെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. ഏറെ പുരോഹിതന്മാരും വചനപ്രഘോഷകരും വധിക്കപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ കൊച്ചുകുട്ടിയോട് ഈശോ സുവിശേഷം പറയാൻ പോകണം എന്ന് പറയുന്നത്. അങ്ങനെ വിക്ടറാണ് എല്ലാ റെക്കോർഡ്സും ശരിയാക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ അംബാസിഡറിനെ കാണാൻ പോകുന്നുണ്ട്. അതുപോലെ അവർ കുറേ ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ ഈ അംബാസിഡർ ഇവരെ ചതിക്കുന്നുണ്ട്. നിനക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിരിക്കുക. അങ്ങനെ വീണ്ടും വളരെ വലിയ കഷ്ടപ്പാടുകളിലൂടെ ബറുണ്ടിയിലേക്ക് പോകാനുള്ള കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞത് പറ്റാതായപ്പോൾ 1955 ക്രിസ്തുമസിനോടടുത്ത് ഈശോ സെഗദാശിയുടെ മുറിയിൽ വീണ്ടും വന്നു ഒരു സ്വകാര്യ ദർശനം നൽകി. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പം ഇവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പത്രോസ്ലീഹ പറഞ്ഞ പോലെ. അപ്പോൾ ഈശോ ചോദിച്ചു, എനിക്ക് വേണ്ടി നീ മരിക്കുമോ എന്ന്. അവൻ പറഞ്ഞു, നിനക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിക്കാൻ തയ്യാറാണ്. ക്രിസ്തുമസിൻ്റെ അന്ന് വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ബറുണ്ടിയിലേക്ക് പോകാൻ ഒരുങ്ങുക. എന്നിട്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ബറുണ്ടിയിലേക്ക് പോയിട്ടുള്ള ആ യാത്രയുണ്ടല്ലോ, വിവരിക്കാനാവില്ല, അതുപോലെയുള്ളൊരു യാത്രയാണ്. രാവിലെ 5-ന് എഴുന്നേൽക്കുക, തെക്കോട്ട് നടന്ന് അക്കയൻയാര് നദി വരെ എത്തുക,
ചെക്കിംഗ് പോയിന്റുകൾ ഒഴിവാക്കി അതിർത്തിയിലെത്തുക. അതിർത്തി കടന്ന് ആദ്യ ദിവസം രാത്രി ബറുണ്ടിയിലെ കയൻസ എന്ന പട്ടണത്തിൽ രാത്രി കഴിക്കുക. ഇത് പറയുന്ന എളുപ്പമല്ല ഈ യാത്ര. അങ്ങനെ ഇവൻ ബറുണ്ടിയിലേക്ക് വലിയ വിഷമങ്ങളിലൂടെ നദീതീരവും മറ്റും കടന്ന് എത്തുകയാണ്. അവിടെ വെച്ചിട്ട് പട്ടാളക്കാർ വരുന്നുണ്ട്. പട്ടാളക്കാരിങ്ങനെ വന്നപ്പോൾ ഇവന് പേടിയായിട്ട് ഇവനൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ കയറിയ സമയത്ത് വേറൊരു ആള് 20 വയസ്സിൻ്റെ അത്രയും പ്രായമുള്ളൊരു യുവാവ് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരുമില്ലാണ്ട് ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുക. അവിടെ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഒരു ന്യായവും നീതിയൊന്നും ഇല്ലാതെയാണ് ആൾക്കാരെ പിടിച്ച് കൊല്ലുന്നത്. അപ്പം ശരിയായ രേഖകളില്ലെങ്കിൽ ഇവനെയും കൊല്ലും. അങ്ങനെ പേടിച്ചൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ വന്നിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, ദൈവം നമ്മോട് കൂടെ, അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പേര് തന്നെയാണ് സഹദേഷ്യ ജ്ഞാനസ്നാന സമയത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വ്യക്തി ഇവനെ മെത്രാസന മന്ദിരത്തിലേക്ക് പോകാൻ സഹായിച്ചു. അപ്പം ആദ്യം പറഞ്ഞു നിനക്ക് ഹോട്ടലിൽ താമസിക്കാമെന്ന്. പക്ഷേ പിന്നെ ഇമ്മാനുവൽ പറഞ്ഞു എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ട് എന്ന്. അതിന് സഹദേശ്വരി സൂത്രം ചെയ്തു. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ബീറ് മേടിച്ചു കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തുറന്ന് സംസാരിച്ച് അവൻ്റെ കൂടെ ഇവൻ പോവുകയാണ് സഹദേശ്യ. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് രേഖകളൊന്നുമില്ല. ആ സമയത്ത് പെട്ടെന്ന് പട്ടാളക്കാർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എന്നിട്ട് അവർ ഈ 10-20 പേരെ ശക്തമായി മർദ്ദിച്ചു, രേഖകളില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞു, ഓടരുത്, അവർ നമ്മെ തേടി വന്നതല്ല, ശാന്തമായിരുന്നു എന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചേക്കണേ, ഈ സഹദേശ്യ യാചകനാണ് എന്നൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ ഇമ്മാനുവലിൻ്റെ ഭവനത്തിൽ താമസിച്ച് നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഇവനെ ബുജംബറയ്ക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടു. അപ്പോൾ സൈനിക ഓഫീസർമാർ ഇവൻ്റെ സമീപിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ പേടിച്ച് വിയർത്തൊഴുക. അങ്ങനെ ഈ ഓഫീസർ അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ റുവാണ്ടക്കാരനാണ് എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നുണ പറഞ്ഞാലേ അറിയത്രേ. ഈ റുവാണ്ടക്കാർക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവൻ ഈ ഓഫീസറിൻ്റെ അടുത്തിരിക്കുന്നു. ഓഫീസർ റുവാണ്ടക്കാരനാണെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അടുത്ത നിമിഷം തന്നെ അപകടം വന്നു. എന്തിനാണ് ഈ ബാറുണ്ടിയിൽ വന്നത്, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ സന്ദേശം കൊടുക്കാൻ വന്നതാണ്. നല്ല തരായില്ലേ? അപ്പോൾ കർത്താവിൻ്റെ സന്ദേശം കൊടുക്കാനാണെന്ന് പറയണം. പക്ഷേ ഇവൻ പറഞ്ഞില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിയും. അതുകൊണ്ട് ഇവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബ സുഹൃത്തായ മെത്രാൻ ടുയൻഖാഗായെ കാണാൻ വന്നതാണ്. അപ്പോൾ ഓഫീസർ പറഞ്ഞു, ആഹാ, അത് അത്ഭുതം തന്നെ, ഞാനും ബിഷപ്പ് അയൽക്കാരാണ്, ഞാൻ അദ്ദേഹത്തെ കാണാനാണ് പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഈ ഓഫീസറുടെ കൂടെ മെത്രാൻ്റെ മന്ദിരത്തിലേക്ക് ഇവൻ പോവാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇനി മെത്രാൻ്റെ അടുത്ത് ചെന്ന് ഇയാൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ച് സഹദേശ്യ ഇയാൾ ബീറ് കുടിക്കുക. ബീറ് കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ഇവൻ വേറെ വഴിക്ക് മെത്രാൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ബുട്ടാരെ ബിഷപ്പ് ഗഹാമാനിയ പറഞ്ഞിട്ട് സഭാസംബന്ധമായ അത്യാവശ്യ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് മെത്രാൻ്റെ സന്നിധിയിലുള്ള വേലക്കാരോട് പറയും. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ പിതാവ് ഉറങ്ങണം, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, അപ്പോൾ നല്ല അത്യാവശ്യമാണ്, വിളിക്കണം. അങ്ങനെ പറഞ്ഞ് ഇവനെ മെത്രാൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ്, മെത്രാനെ കൂടിക്കാഴ്ചയ്ക്കായുള്ള റൂമിലേക്ക്. അങ്ങനെ ഇവൻ മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ബുട്ടാരെ മെത്രാൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹിബഹോ ദർശനങ്ങളിൽ പെട്ട ഒരാളാണ് ഞാൻ. ഈശോ പറഞ്ഞ കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈശോയുടെ സന്ദേശം അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കുറേ പേര് ജയിലിലടയ്ക്കാനുണ്ടായത്. അതുകൊണ്ട് മെത്രാൻ പറഞ്ഞു, നീ എന്തായാലും ഇതിവിടെ പറയണ്ട, നീ എഴുന്നേറ്റ് പൊക്കോ എന്ന്. എന്നിട്ട് പറഞ്ഞു, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തന്നെ അധികാരികളെ അറിയിക്കാൻ പോവാ, നീ ജയിലിൽ അടയ്ക്കപ്പെടും എന്ന്. ഇവൻ പറഞ്ഞു, എന്തായാലും ജയിലിൽ അടയ്ക്കുന്നത് നല്ലതാണ്, എനിക്ക് അവിടെ കിടക്കുന്നത് എനിക്ക് നല്ല സന്തോഷമാണെന്ന്.
അപ്പോൾ പറയാം അവിടെ കിടന്ന ആരെങ്കിലുമൊക്കെ ഈ സന്ദേശം അറിയിക്കാമല്ലോ എന്ന്. അങ്ങനെ ഇവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മെത്രാൻ പറഞ്ഞയച്ച വൈദികർ ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവൻ ഈശോ പറഞ്ഞ സന്ദേശങ്ങളല്ലാതെ ഒന്നും അവരോട് പറഞ്ഞില്ല. പക്ഷെ അവർ ചുരുട്ടിക്കൂട്ടി കാറിൽ ഇവനെടുത്തിട്ടിട്ട് റുവാണ്ടൻ എംബസിയിൽ എത്തിച്ചു. അങ്ങനെ എംബസി അടച്ചു പോയിരുന്നു. ആ സമയത്ത് ഇവൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. യാത്രാരേഖകളൊന്നും ഇല്ലാതെ നീ എങ്ങനെ ബറുണ്ടിയിലേക്ക് വന്നു? ഇതാണ് ചോദ്യം. അങ്ങനെ ഇവനെ സൈനികർ അതിർത്തിയിലേക്ക് അയച്ചു. എന്നിട്ട് ഇവനെല്ലാം ദുഃഖിച്ച് പറഞ്ഞു. ബുട്ടായിരയിൽ മെത്രാൻ്റെ അടുത്തെത്തിയിട്ട് എല്ലാം സംഭവിച്ചതൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ബറുണ്ടിയിലേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണ കമ്മീഷൻ ചോദിച്ചു, നീ എത്ര ധൈര്യത്തോടു കൂടിയ ബറുണ്ടിയിലേക്ക് പോയേ? ഈ റുവാണ്ടയിലെ ആളുകൾ ഒരിക്കലും രാജ്യത്തിന് പുറത്ത് പോകാറില്ല. നീ എന്ത് ധൈര്യം കാണിച്ചു? നീ ഒരു രാജകുമാരൻ തന്നെയാണെന്ന് പറഞ്ഞു. സെഗദേശ പറഞ്ഞു, ജനുവരി 5 ഈശോ വീണ്ടും പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, നീ വീണ്ടും ഇനി ബറുണ്ടിയിൽ പോകരുത്. ഞാൻ പരീക്ഷിച്ചതാണ്. നീ എന്നെ അനുസരിച്ചുവല്ലോ, അതാണ് പ്രധാനം. എന്നിട്ട് പറഞ്ഞു, സത്യം പറയട്ടെ മോനെ, നിനക്കിനി ഈ ഭൂമിയിൽ അധിക സമയം ബാക്കിയില്ല. സമയത്തിൻ്റെ തികവിൽ ഞാൻ നിനക്ക് സമ്മാനം തരും. ധൈര്യമായിരിക്കുക. നിന്റെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ദിവസം നീ ഞാൻ നിർദ്ദേശിക്കുന്നിടത്തേക്ക് പോകണം. അടുത്ത ദിവസം പോകേണ്ടത് കോങ്കോയിലേക്കാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വെച്ചത് അവസാനിപ്പിക്കുകയാണ്. ഈശോ സെഗദേശിക്ക് കൊടുത്ത സന്ദേശങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. അവസാന ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. ഹൃദയം പരിവർത്തനം നടത്താം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ, ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ്. തലേ ദിവസം നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം മാറ്റാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഹൃദയമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പറഞ്ഞത് 9ാമത്തെ ഭാഗമാണ്. ഇനി ഒരു ഭാഗത്തോടു കൂടെ ഈ പുസ്തകം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് ക്രിസ്തുമസിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഈ 10ാം ഭാഗം ചിലപ്പോൾ ക്രിസ്തുമസ് കഴിഞ്ഞ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിസ്തുമസിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, ധാരാളം ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടുന്ന ദിവസമാണ് ക്രിസ്തുമസ്. മരിയ സിമിയോട് അങ്ങനെയാണ് ആത്മാക്കൾ പറഞ്ഞത്. ഒരുപാട് ആത്മാക്കൾ ക്രിസ്തുമസിൻ്റെ അന്ന് രക്ഷപ്പെടും. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.